KPSTA ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സംവരണത്തിന്റെ പേര് പറഞ്ഞ് ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനാംഗീകാരം നിഷേധിക്കുന്ന നടപടിയിലൂടെ സർക്കാർ അധ്യാപക മരണങ്ങൾക്ക് ഉത്തരവാദിയാവുകയാണെന്ന് KPSTA ഹോസ്ദുർഗ് ഉപജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. വർഷങ്ങളായി ശമ്പളം ലഭിക്കാത്ത ആയിരക്കണക്കിന് അധ്യാപകർ മരണപാതയിലാണെന്നതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക പരാധീനതകൾ മറികടക്കാനുള്ള സൂത്രവിദ്യയായി കോടതി ഉത്തരവിനെ ഉപയോഗിക്കുകയാണ് ഈ സർക്കാരെന്നും ഇത്തരം നടപടികൾ അവസാനിപ്പിച്ച് രൂക്ഷമായ സമരത്തിലേക്ക് അധ്യാപക സമൂഹത്തെ നയിക്കാതിരിക്കണമെന്നും KPSTA പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ നിയമങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് സർക്കാർ നീട്ടിക്കൊണ്ടുപോയി അധ്യാപിക തന്റെ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നെത്തി എന്നുള്ള യാഥാർത്ഥ്യം. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും കേരളത്തിലെ പിണറായി സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പിണറായി സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കിരാതമായ നടപടികളും ഉത്തരവുകളുമാണ് അലീന ബെനി എന്ന അധ്യാപികയെ നമ്മുടെ ഇടയിൽ നിന്നും ഇല്ലാതാക്കിയത് എന്ന് പറയുന്നതിൽ ഞാൻ സംശയിക്കുന്നു. ഉപജില്ലാ പ്രസിഡന്റ് രതീശൻ P അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ അനിൽകുമാർ, അലൂഷ്യസ് ജോർജ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സിഞ്ചു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.